റെജി ലൂക്കോസ്, സാധാരണ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ ഇടം ലഭിക്കാത്ത നേതാക്കളുമൊക്കെയായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും സമ്മേളന കാലയളവുകളിൽ മാധ്യമങ്ങളിൽ ചർച്ചകൾ വരാറുണ്ട്. അതിനെ പലപ്പോഴും മാധ്യമ സൃഷ്ടി മാത്രം എന്ന് പറഞ്ഞ് നേതൃത്വത്തിന് തള്ളിക്കളയാനും സാധിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പരസ്യമായ പ്രതികരണങ്ങളടക്കം വരുന്നു, പാർട്ടിയിലെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട്. അതിൽ ഏറ്റവും ആദ്യം പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് പത്മകുമാറാണ്. 52 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിന്റെ ബാക്കി പത്രം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ അടക്കം കുറിച്ചിട്ടുള്ളത്. സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ഇടം ലഭിക്കുന്ന ഒരു കമ്മിറ്റിയായി CPIന്റെ നേതൃത്വം ചുരുങ്ങിപ്പോവുകയാണോ? അഭിലാഷേ, നിങ്ങളുടെ കുറെ CPM വിരോധ മാധ്യമങ്ങളുടെ സാങ്കല്പിക വാർത്തകൾ ഒന്നും നേരെ ചൊവ്വേ ആകാത്തതിന്റെ, അല്ലെങ്കിൽ അതെല്ലാം പൊളിഞ്ഞു പോയതിന്റെ ഒരു നിരാശയാണ് മാസങ്ങളോടെ ഇന്നിപ്പോ ഈ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതായത് വസ്തുത. നിങ്ങൾ എന്തൊക്കെ എഴുതിയത്? നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒന്നെങ്കിലും ശരിയായിരുന്നെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എഴുതിയതല്ല, ഞാൻ ഈ ഇൻട്രോയിൽ മുഴുവൻ കോട്ടുകളാണ് ഉദ്ധരിച്ചത്. അത് മുഴുവൻ CPIന്റെ നേതാക്കൾ എഴുതിയിട്ടുള്ളതാണ്. പത്മകുമാറിന്റെ പ്രതികരണം ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ പറഞ്ഞിട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ അതിലേക്കൊന്ന് വരട്ടെ. ഞാൻ അതിന് മറുപടി പറയാനുണ്ടാവുള്ളൂ. അല്ല, തുടക്കത്തിലെ താങ്കൾ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞപ്പോൾ അതിനെ എനിക്ക് ഉത്തരം പറയാതെ പോകാൻ പറ്റുമോ? ഞാൻ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞല്ല, മാധ്യമങ്ങളുടെ സാങ്കല്പിക വാർത്തകളെല്ലാം തകർന്നടിച്ചതിന്റെ നിരാശ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. കാരണം കേരളം, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഈ കഴിഞ്ഞ മുമ്പിലത്തെ ജില്ലാ സമ്മേളനത്തിൽ വരെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പാർട്ടിയുടെ സംഘടനാ സമ്മേളനങ്ങളും എല്ലാം ഒരു പരിധി വരെ അറിയാവുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചിരി വന്നത് നിങ്ങളുടെ ആ ഇൻട്രോടെ അഭിലാഷിന്റെ ഇൻട്രോ വന്നപ്പം പത്മകുമാറിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ മറുപടി ഞാൻ അത് പറഞ്ഞിട്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. പത്മകുമാർ മുൻ MLA ആണ്. അദ്ദേഹം പാർട്ടിയുടെ ഏതാണ്ട് 10-40 വർഷക്കാലത്തോളം ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. 3 പതിറ്റാണ്ടുള്ള അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. വിവാദമായ ശബരിമല വിഷയം കത്തിപ്പടരുമ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ വെറും പാർട്ടി മെമ്പറായിട്ടൊന്നും അല്ല ഈ പാർട്ടി കണ്ടിരിക്കുന്നത്. അദ്ദേഹം പരസ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. തെറ്റതിന് ഒരു തർക്കമല്ല കാര്യത്തിൽ. കാരണം CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട് പാർട്ടിയുടേതായ രീതിയിൽ. അതിനെ ലംഘിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകരാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ ഈ വാർത്തയിൽ കൊണ്ടുവന്നിട്ടില്ല. മറ്റു പല മാധ്യമങ്ങളും അത് പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് അഭിമുഖമൊക്കെ ആയിട്ട് വെളി വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയത് ബോധ്യമായപ്പോൾ, സംഘടനാ ചട്ടക്കൂട്ടിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചത് ബോധ്യമായപ്പോൾ മിനിറ്റുകൾ കൊണ്ട് ഞാനത് പിൻവലിച്ചു. പക്ഷേ എന്റെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. ഇന്നിപ്പോ അദ്ദേഹം 10 മണിക്ക് ഒരു ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ എന്നെ വിറ്റ് നിങ്ങൾ ഒരു 1-1.5 ദിവസത്തേക്ക് ഇനി മാർക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട, ഞാൻ ഈ പാർട്ടിയുടെ കൊടി പൊതച്ച് മരണം ഭരിക്കണം എന്ന, അല്ലെങ്കിൽ മരണശൈലിയിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പാർട്ടി വിട്ട് പോകത്തില്ല, ഞാൻ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മറച്ചു വെച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞത് നിങ്ങളെപ്പോലെ ഒരു ചാനലില്ല, ലൈവായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം AK ബാലന് നൽകിയ മറുപടി താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചതേ. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് AK ബാലന് മറുപടി കൊടുത്ത് പ്രതികരണത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, ഇത് തന്റെ മാത്രമല്ല, പാർട്ടിക്കകത്ത് നിരവധിയായ ആളുകൾക്ക് ഇത്തരത്തിൽ അഭിപ്രായങ്ങളുണ്ട്, അതിൽ താനാണ് ഇത് പുറത്തു പറഞ്ഞത് എന്നത് മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ തിരുത്തിയെന്ന്, ഏത് നടപടി ഉണ്ടായാലും അത് നേരിടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല അഭിലാഷ്, അതിനെല്ലാം ശേഷമാണ് അദ്ദേഹത്തിന്റെ അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 10-11 മണിക്ക് അദ്ദേഹം ഒരു ചാനലില്, കേരളത്തിലെ നിങ്ങളെപ്പോലുള്ള പ്രമുഖ ചാനലിൽ കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഈ ചർച്ചയെ കോട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ രാജു എബ്രഹാം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി തിരുത്തിലേക്ക് പോകണ്ടേ ശ്രീ റെജി ലൂക്കോസ്? അല്ല, അതൊക്കെ ഈ പാർട്ടി തിരുത്തിക്കോളൂ. അഭിലാഷ് വിഷമിക്കട്ടെ. അഭിലാഷ് ഞങ്ങളുടെ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയധികം വിഷമത്തോടുകൂടി ഇത് പറയണമെന്ന് എനിക്ക് എല്ലാ പാർട്ടികളോടും സ്നേഹമാണ്, പാർട്ടികളോടും നേതാക്കളോടും ഒക്കെ. അത് CPMനോട് മാത്രമല്ല കേട്ടോ, അത് BJPയോട് സ്നേഹമാണ്, കോൺഗ്രസിനോടും AAPയോടും ഒക്കെ സ്നേഹമാണ്. താങ്കൾ കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, CPMന്റെ രാഷ്ട്രീയ പാർട്ടി എന്നത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ എന്റെ സ്നേഹത്തെ കുറിച്ചാണോ ശ്രീ റെജി ലൂക്കോസ് താങ്കൾ പറയേണ്ടത്? അല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടാണല്ലോ തിരുത്താനായിട്ട് നിങ്ങൾ ഇത്രയും, അല്ല കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് നിങ്ങൾ ഇത്രയും പറയുമോ? നിങ്ങൾക്ക് ഈ രീതിയിലുള്ള എന്തെങ്കിലും, കാരണം തിരുത്തിയിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയാം, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എല്ലാ മുകേഷ് സമ്മേളന വേദി വന്നപ്പോൾ ഇതേ ഡയലോഗ് തന്നെയാണ് പറഞ്ഞത്. അഭിലാഷേ, ഞാനിത് പറയട്ടെ. കാണിക്കാത്ത ആളാണല്ലോ. ശരി, അതെന്താ, ഞാൻ ഈ പാർട്ടിയുടെ ഒരു സഹയാത്രനായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പാർട്ടി മെമ്പർ കൂടെയാണ്.
അതുകൊണ്ട് നിങ്ങളൊക്കെ പറയാം. അപ്പൊ ഞാനത് പറഞ്ഞ് പൂർത്തിരിക്കട്ടെ, അതിലൊരു സാവകാശം തരൂ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകത്തുള്ളൂ, എനിക്കായിട്ട് സാധിക്കാവുന്ന വിധത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് പത്മകുമാർ പറഞ്ഞത് തെറ്റാണെന്നുള്ളവരും പിന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സഖാവ് പിന്നെ രാജീവ്പുരം തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തെറ്റാണ്. അത് പാർട്ടി വേദികളിലാണ് പറയേണ്ടത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്, അത് പരിഹരിക്കുമെന്ന് പറയുന്നു. എവിടുന്നെങ്കിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് പത്മകുമാറിനെ വെറും കരിവേപ്പല കണ്ട ഒരാളെ വെറും ഒരു പാർട്ടിയല്ല ഇത്. അദ്ദേഹത്തിന് അർഹിക്കുന്ന എല്ലാ പദവിയും കൊടുത്തു. ആദ്യം ഒന്ന് ജയിച്ച് നിയമസഭയിലെത്തി, പിന്നെ അദ്ദേഹം പരാജയപ്പെട്ടു, അദ്ദേഹത്തിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. ഞാൻ പറഞ്ഞല്ലോ 32 വർഷക്കാലത്തോളം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ. ഏതാണ്ട് 4 പതിറ്റാണ്ട് ജില്ലയിലുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം ഉണ്ടായത്. പാർട്ടി സഖാക്കളുടെ എല്ലാം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, എല്ലാവരും വിഷമിപ്പിച്ചിട്ടുണ്ട്, അത് യാതൊരു തർക്കമില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതേപോലത്തെ ചിന്തിക്കുന്ന ആരെങ്കിലും ഈ സാനുഭോഗികൾ ആരെങ്കിലും പാർട്ടി കാണുമായിരിക്കാം. 5 ലക്ഷം അംഗങ്ങളുടെ പാർട്ടിക്ക് അത് 5 ലക്ഷം വിശ്വത്തിനെ എടുത്ത് അല്ല, അവിടെയാണല്ലോ അവിടെ ശ്രീ റെജി ലൂക്കോസ്, അവിടെ സ്ഥാനമോഹികൾ എന്നതിനപ്പുറത്ത് ആർക്കാണ് സ്ഥാനം ലഭിച്ചത് എന്നതുകൂടി പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? അവിടെ വീണ ജോർജിനെ പോലെ ഒരു നേതാവ്, വീണ ജോർജ് എപ്പോഴാണ് CPM-ലേക്ക് എത്തിയത് എന്നത് നമുക്കറിയാം. 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് എത്തുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ സീനിയോറിറ്റി എന്ത് എന്നറിയാം, എത്ര വർഷമായി എന്നറിയാം, ഇതൊക്കെ വളരെ കൃത്യമായി അറിയാം. അപ്പോൾ അങ്ങനെ ഒരാളെ ക്ഷണിതാവായി വെക്കുന്ന സമിതിയിൽ നിന്നാണ് 52 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പത്മകുമാർ ഒഴിവാക്കപ്പെടുന്നത്. സ്വാഭാവികമായും അത് വലിയ തോതിലുള്ള അമർഷത്തിന് കാരണമാകുന്നു എന്നത് മാത്രമാണോ? അവിടെ ഒരു നീതികേടുണ്ടാകുന്നില്ലേ? അതിനകത്ത് നീതികേട്ടിരിക്കുന്നത് ഈ പാർട്ടിയിൽ 5 ലക്ഷം മെമ്പേഴ്സ് ഉണ്ട്. ഈ 5 ലക്ഷം മെമ്പേഴ്സിന് സംസ്ഥാന കമ്മിറ്റി പാർട്ടി സെക്രട്ടറി ആയിട്ട് എടുക്കാൻ പറ്റും, എല്ലാവരും മന്ത്രിയാക്കാൻ പറ്റും. വീണ ജോർജിന്റെ ഭാഗത്ത് തന്നെ തെറ്റിരിക്കുന്നത്. വീണ ജോർജിനെ ക്ഷണിതാവാക്കിയത് സ്വാഭാവികമാണ്, നടപടിക്രമമായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട KN രവീന്ദ്രൻ മാസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറമൊന്നും പോകട്ടെ, അദ്ദേഹത്തിനെ പാർട്ടിയിൽ ക്ഷണിതാവാക്കി സംസ്ഥാന കമ്മിറ്റി. കാരണം മന്ത്രിമാർക്ക് പറയാനുള്ളതും അവിടെ കേൾക്കണം, അതിനുവേണ്ടി ക്ഷണിതാക്കളാക്കണേ. ഇപ്പൊ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലോ ക്ഷണിതമായിട്ടില്ല. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രത്യേകത. നിങ്ങൾ അതിനെന്തിനാ വിഷമിക്കുന്നത്? ഇത്തരത്തിൽ അതായത് സി രവീന്ദ്രനാഥ് ക്ഷണിതാവാണ് എന്നത് ന്യായമായി പറയുമ്പോൾ അതിനു മുമ്പും മന്ത്രിമാർ ക്ഷണിതാക്കളല്ലാത്ത മന്ത്രിമാരുണ്ടായിരുന്നു എന്നതും ചരിത്രമാണല്ലോ. അല്ല, അങ്ങനെയൊക്കെ പറയാം. അതിനൊന്നും അങ്ങനെ ഒരു നിയമമില്ലല്ലോ. ഇപ്പൊ രവീന്ദ്രൻ മാഷെ പോലെ ഒരാള് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും, അദ്ദേഹം ക്ഷണിതമാക്കി, അദ്ദേഹത്തിന് അങ്ങനെ ചെറിയ ആളെ കാണാൻ പറ്റും. അതിൽ ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? Why you people worried about this? ശ്രീ റെജി ലൂക്കോസ്, ഞങ്ങളല്ല റെജി ലൂക്കോസ് വിഷമിക്കുന്നത്, താങ്കളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളാണ്. അവരുടെ വിഷമമാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തേക്ക് വിട്ടത്. അവർ പറഞ്ഞ വിഷമങ്ങൾ, അവർ പങ്കുവെച്ച വിഷമങ്ങളാണ് ശ്രീ റെജി ലൂക്കോസ്. അവിടെയാണ് സുകന്യയുടെ FB പോസ്റ്റ് അടക്കം ചർച്ച ചെയ്യപ്പെടുന്നത്. സമ്മേളനം കഴിഞ്ഞ് ഉടനെ വന്ന പോസ്റ്റ് എന്താണ് എന്നത് ചർച്ച ചെയ്യപ്പെടുന്നത്. P ജയരാജന്റെ മകന്റെ പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് ഞങ്ങളുടെ വിഷമമല്ല റെജി ലൂക്കോസ്. അല്ല അഭിലാഷ്, എത്രയോ വർഷങ്ങളായിട്ട് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്. നമ്മൾ തമ്മിൽ എത്രയോ വർഷത്തെ ബന്ധമുണ്ട് ഈ മാധ്യമപ്രവർത്തനത്തിൽ. ഞങ്ങളുടെ പാർട്ടിയിലെ ഈ പത്മകുമാറിലാണ് വേറെ ഏതെങ്കിലും വ്യക്തി ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സഖാവ്, മുതിരാത്തതായ സഖാവ്, മുതിർന്നല്ലാത്തൊരു സഖാവ് ഇപ്പൊ ഒരു പ്രതികരണം നടത്തിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? P ജയരാജന്റെ മകൻ പിന്നെ ഈ രാജ്യത്തെ ഇതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കാറുണ്ടെന്ന് ചോദിച്ചതിനകത്ത് നിങ്ങൾ വ്യാഖ്യാനിച്ചു. P ജയരാജന്റെ ഭാര്യ ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പാർട്ടിയിലുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജെയിംസ് മാത്യു സഖാവിന്റെ ഭാര്യ സുകന്യ സഖാവ്, അവര് വളരെ പോസിറ്റീവായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ചെങ്ങുവരെ കോട്ട് ചെയ്തുകൊണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തു? അവർ കറക്റ്റ് മറുപടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തനം നിങ്ങൾക്ക് പാർട്ടിക്കാരായിട്ട് കാണാൻ പറ്റുന്നത്. നിങ്ങളിങ്ങനെ സാങ്കല്പികമായിട്ട് ഈ പാർട്ടിയിൽ എവിടെയെങ്കിലും ഇലയിറക്കി നടക്കുന്നുണ്ടെന്നുള്ള റിസർച്ചിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളുടെ ആകത്തുകയാണ് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള. താങ്കൾക്ക് അങ്ങനെ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു ഒന്നുണ്ട്, എത്രയോ വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്നു, നമ്മൾ തമ്മിലുള്ള പരിചയമടക്കം. ആ പരിചയം കൊണ്ട് തന്നെയാണ് ശ്രീ റെജി ലൂക്കോസ് എനിക്കിങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ എവിടെയാണ് പ്രതിഷേധങ്ങൾ ഉയരാറുള്ളത്? ഈ FB പോസ്റ്റിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് രീതികളിൽ ഒക്കെ, സമൂഹ മാധ്യമത്തിലെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഓരോ അനീതിയിലും കോപത്താൽ വിറയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം സുകന്യക്കുണ്ടാകുന്നുവെങ്കിൽ അത് പബ്ലിക്കായി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. സംഘടനാ സംവിധാനം അതാണ്. അപ്പോൾ ആ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പറയേണ്ടത് പറയുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, നിങ്ങൾ ഈ സുഗന്ധിയെ പോലെ P ജയരാജൻ സഖാവിനെ പോലെ ഉള്ളവരെയൊക്കെ നിങ്ങളിങ്ങനെ അവര് പോലും സങ്കല്പിക്കാത്ത
കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് നിങ്ങൾ അവരെ ദുരുപയോഗം ചെയ്ത് അവരൊക്കെ വ്യക്തിത്വമുള്ള പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി അരിക്കുന്നവരെ നേരിട്ടില്ല. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. കമ്മ്യൂണിസ്റ്റ് ആയതിന്റെ പേരിൽ ജീവച്ഛവത്തിനെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് സാമാന്യ മര്യാദയ്ക്ക് ശരി. എന്തായാലും ശ്രീകുമാർ മനയിൽ